ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. മമ്മുക്ക ആൻഡ് ജിതിൻ കെ ജോസ് ഫിലിം എന്തുകൊണ്ടൊക്കെയോ കുറെ പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് ഇത്. അത് ഒന്ന് മമ്മൂക്കയാണ് കുറച്ച് കാലങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്, അതാണ്. രണ്ട്, വിനായകനെതിരെ ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. മമ്മൂക്കൻ നെഗറ്റീവ് ഷെയ്ഡിലാണ് വരുന്നത്. വിനായകനാണ് നായകൻ, മമ്മൂക്കയാണ് വില്ലൻ. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ്. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 6 മണിക്ക് വരുന്നതുകൊണ്ട് കുറെ നേരം കാത്തിരുന്ന് ഇതുവരെ സാധനം വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറെ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ സാധനം വന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ എടുത്തു നോക്കാം ചാനലിൽ വന്നിട്ടുണ്ടോ. തീർച്ചയായിട്ടും ഇടേണ്ടതാണ്. മമ്മൂട്ടി കമ്പനി നമുക്കൊക്കെ ഇടേണ്ടതാണ്. ആൻഡ് മമ്മൂട്ടി കമ്പനി എടുത്തോ. എഗെയിൻ മമ്മൂട്ടി, അല്ലാണ്ട് എന്താണ് പറയാ. ഇയാൾക്ക് ഭ്രാന്താണ് കേട്ടോ. ഇയാൾ സിനിമയുടെ കാര്യത്തിൽ ഇയാൾക്ക് ഭ്രാന്താണ്. ഇത് എന്ത് ജാതി സാധനമാണ്. ഞാൻ ഏതൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള സാധനമായിരിക്കും, അതായത് അത്തരത്തിൽ തന്നെ ഒരു വില്ലനിസം കാണിക്കുന്ന രീതിയിലുള്ള സാധനമായിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇത് എന്താണ് ഈ മനുഷ്യൻ. കളക്കാവലല്ല, കളങ്കാവൽ, കളങ്കാവൽ. ദി വെനം ബിനീത്, വിഷം. അയ്യോ, ഇയാൾ എന്ത് അല്ല മനുഷ്യൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരം എന്നാണ് ഞാൻ ചോദിക്കണത്. ഇത് ഈ ചോദിച്ച് നമ്മൾ കൊടുത്തു. കണ്ട് ഞെട്ടി ഞെട്ടി ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ കൊടുത്തു. പക്ഷെ പുള്ളിക്കാരൻ ചെയ്ത് ഒരു മടുപ്പില്ല. വീണ്ടും 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 ഇയാൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ട് കോലം നോക്ക്. സിഗരറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഭാഗത്തേക്ക് സിഗരറ്റ് വെച്ചിട്ടുണ്ടായ സിഗരറ്റ് ആ വായിൽ വെക്കുന്ന ഭാഗം തിരിഞ്ഞാ നിൽക്കണം. അപ്പൊ അത് പൊട്ടിയിട്ടുണ്ട് സാധനം. കടിച്ച് പൊട്ടിക്കുക, അത് തിന്ന് എന്താണ് ചെയ്യുന്നത്? ഏതോ ഒരുത്തനെ അവിടെ ഇട്ട് കൊല്ലുകയാണ്. അതാരാ? അത് വിനായകൻ തന്നെയാണോ? വിനായകൻ ആവാൻ ചാൻസ് ഇല്ല. കാരണം അത് അത്തരത്തിലാവില്ല. ഈ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുക, ഡെപ്ത് കറക്റ്റ് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും മേ ബി അവിടെ നടക്കുന്നത്. എന്തായാലും ഏതൊരു കാറുണ്ട്, ആ കാറിന്റെ അവിടെ ഇട്ട് ഒരുത്തരം ചാമ്പാണ്, ഇല്ലെങ്കിൽ നെക്കി കൊല്ലാൻ നോക്കുന്നത്. എന്തോ അടിച്ച് നിരത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ. പക്ഷെ അവരുടെ ഡ്രസ്സിങ് ഇതൊക്കെ എന്ത് ഒരു സുന്ദരനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറുത്താണ്. അത്തരത്തിലൊരു ക്യാരക്ടർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മമ്മൂക്കന്റെ മുടി മുകളിലേക്ക് വെക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ കണ്ട എല്ലാവരും ഞെട്ടിയിട്ടുള്ളതാണ്. ഭയങ്കര ഭംഗി, അന്ന് പറഞ്ഞിരുന്നത് അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ ഇവിടെ കാണുമ്പോൾ എന്തോ എന്ത് ഭയങ്കര രസം മമ്മൂക്കനെ കാണാൻ. അത് ഓഫ് കോഴ്സ് ഭംഗിയുടെ കാര്യത്തിൽ പുള്ളിക്കാരൊന്നും പറയാനില്ല. പക്ഷെ അവിടെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് മുട്ടിയൊക്കെ അങ്ങനെ ചെയ്ത് കുളിച്ച് സുന്ദര കുട്ടപ്പനായി വന്നിട്ട് ഒരുത്തനെ കുഞ്ഞ, അതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി പ്രസൻസ് വിനായകൻ, മമ്മൂട്ടി, രണ്ടാളുടെ പേരോടെ കൊടുത്തിട്ടുണ്ട്. എജിദിൻ കെ ജോസ് ഫിലിം, ദ വെനം ബിനീത്. അപ്പൊ കളങ്കാവൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ എനിക്കറിയില്ല. മലയാള വാക്കിന്റെ അർത്ഥം ഉണ്ടോ, ഇനി വീട്ടുപേര് പോലത്തെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴെ ഇംഗ്ലീഷിൽ എഴുതിയ പോലെ ദ വെനം ബിനീത് എന്ന് പറഞ്ഞ പോലെ വിഷം എന്ന് അർത്ഥം വരുന്ന രീതിയിൽ എന്തെങ്കിലും ആണോന്നും അറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ ഈ കഥാപാത്രം ഈ വിഷം വായിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് ചത്തുവും, അത്ര ഡേഞ്ചറാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെ ആവാനാണ് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായുള്ള ഒരു ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ സിഗരറ്റ് വെച്ചിരിക്കുന്ന സാധനം ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി സിഗരറ്റ് കത്തിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടന്റെ സിനിമ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ലാലേട്ടന്റെ തോന്നുന്നത് അയ്യോ ആറാം തമ്പുരാനല്ലോ, രാവണപ്രഭുവിലല്ലേ ഇങ്ങനെ തുപ്പണത് ഒരു നരസിംഹം. എന്തായാലും അത്തരത്തിൽ ആ കത്തിക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് പക്ഷെ അങ്ങനെ സ്റ്റൈലായിട്ട് വെച്ചതാവില്ല. വായിൽ വെച്ചിട്ട് കത്തിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ സംസാരിക്കേണ്ട ഇടയിൽ അടി ഉണ്ടാവേ, അല്ലെങ്കിൽ വന്നിട്ട് അങ്ങോട്ട് കൊല്ലുന്ന സമയത്ത് കടിച്ചിട്ട് അങ്ങോട്ട് സിഗരറ്റൊക്കെ ദേഷ്യം. എന്തായാലും ഇത് ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. വീണ്ടും യു എഗെയിൻ എന്നാണ് ചോദിക്കാനുള്ളത്. വീണ്ടും വീണ്ടും പുള്ളി എങ്ങനെയാണ് ഈ സംഭവം എനിക്കറിയില്ല. എന്തായാലും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് അവർ തെരഞ്ഞെടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്, അത് മമ്മൂക്ക തന്നെ നേരിട്ട് കേട്ടിട്ട് പുള്ളിക്കാരൻ എന്നോട് തീരുമാനിക്കണമെന്ന്, അതോ വേറെ ആരെങ്കിലും അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും സെലക്ഷൻ ഒരു രക്ഷയാത്ത സെലക്ഷനാണ്. മമ്മൂക്കന്റെ കഥാപാത്രത്തിന് അത്രയും ഡെപ്ത് ഫീൽ ചെയ്യാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഏത് സിനിമ എടുക്കുകയാണെങ്കിലും, കാതലാണെങ്കിലും അല്ലാതെ ഇപ്പോൾ റഷാക്ക് ആണെങ്കിലും ഏത് കഥാപാത്രമാണെങ്കിലും ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഡെപ്ത് ഫീൽ ചെയ്യാറുണ്ട്. ആ ക്യാരക്ടർ നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കാറുണ്ട്, ഞെട്ടിപ്പിക്കാറുണ്ട്. ആ സിനിമയാണെങ്കിലും കഥ ബേസ് ഭയങ്കരമുള്ള വെറൈറ്റി സാധനങ്ങളാണ് തരുന്നത്. ഇപ്പം കളങ്കാവൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. ആ പേര് എന്ത് പേര്, ഭയങ്കര പഞ്ചുള്ള ഒരു പേര്. ദ വെനം ബിനീത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഇത്തരത്തിൽ ഈ ഒരു ലുക്കിൽ മുഖനെ കാണുമ്പോൾ ഒരു പുതുമയുള്ള ഒരു സാധനം. ഓൾവേസ് ഒരുപാട് രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും, പലതരത്തിലുള്ള എന്താ പറയാ മാനറിസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, വീണ്ടും എവിടെ നിന്നാണ് ഈ പുതിയത് പൊട്ടി മുളയ്ക്കണത് എനിക്കറിയില്ല.
ഒരു പക്ഷെ ദേഷ്യം കാണിക്കുന്നത് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ സിഗരറ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ കടിച്ച് ചമച്ചപ്പോഴേക്ക് സാധനം മാറി, കടിച്ച് പൊട്ടിച്ചപ്പോഴേക്ക് സാധനം മാറി. ഇത് എന്തൊരു സാധനമാണെന്നാണ് ആലോചിക്കുന്നത്. എന്താ പറയാ, ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത്. കാരണം വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം, ഒരു മമ്മൂട്ടി കമ്പനി ഫിലിം തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ, കണ്ട് ആസ്വദിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് ഞെട്ടാനുള്ള ഒരു ഒരു വൻ വകയാണ് കളങ്കാവലിലൂടെ വരുന്നത് എന്നൊരു തോന്നലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ബാക്കിയുള്ള ടീസറും ട്രെയിലറൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു മുഴുവൻ എന്താണ് ഈ സാധനം എന്നുള്ളൊരു ത്രിൽ ഭയങ്കരമായിട്ടുള്ളൊരു കണക്കുണ്ട്. മമ്മൂക്ക യു എ കെ